വോട്ടെണ്ണാൻ ഇനി ദിവസങ്ങൾ മാത്രം. തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. ഒരു നീണ്ട ഇടവേള, അതിനകത്ത് കണക്കുകളൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ എല്ലാ രീതിയിലുള്ള വിലയിരുത്തലും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. തൃശ്ശൂർ ലോകസഭ ഇത്തവണ LDF തിരിച്ചു പിടിക്കും. ഉറപ്പായിട്ട് തിരിച്ചു പിടിക്കും. അതിനുള്ള ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത് 100% ഞങ്ങൾ ജയിക്കുന്നതാണ്. ഒരു സംശയമില്ല. അപ്പോൾ ജയിക്കുമോ ചോദ്യം വേണ്ട, നമ്മൾ ജയിക്കും. എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇപ്പോൾ ഓരോ കണക്കൊക്കെ പറയാനായത്? നേരത്തെ പറയാറുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. അതായത് ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലൊരു പൊളിറ്റിക്കൽ വോട്ടുകളുടെ ഒരു പിൻബലം നോക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായ ഒരു അടിത്തറയുള്ള സ്ഥലമാണ്. ആ അടിത്തറയ്ക്ക് കോട്ടം തട്ടത്തക്ക വിധത്തിലുള്ള ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുണ്ടായിട്ടില്ല. ഇവിടെ ഇതിനകത്ത് ഇപ്പോൾ ഒരു രാഷ്ട്രീയ ആരോപണം ആണ് എങ്കിൽ പോലും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ കുറേ നാളുകളായിട്ട് ഉയർത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ CPM വോട്ട് BJPക്ക് പോയി. അതിനെപ്പറ്റി ഞാൻ ഇത് ഇവരില്ലാണ്ട് കുറെ കോൺഗ്രസ്സുകാർ പറഞ്ഞ കാര്യങ്ങളല്ല. അത് നമുക്ക് 4-ാം തീയതി കഴിഞ്ഞിട്ട് ഞാനും മറുപടി പറയാം. അതിനൊന്നും മറുപടി പറയാൻ അർഹതപ്പെട്ട കാര്യങ്ങളല്ല. അത് അവർ വെറുതെ പറയണല്ല. അതിനിപ്പോൾ ഞാൻ 4-ാം തീയതി കഴിഞ്ഞിട്ട് മറുപടി പറയാം. സമയമുണ്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. BJP ഭരണത്തിനെതിരായിട്ടുള്ള വികാരം ഉണ്ടായിട്ടുണ്ട്. സ്റ്റേറ്റ് ഭരണത്തിൽ അല്ല, ഇത് കേന്ദ്ര ഗവൺമെൻറ്റായിട്ട് ബന്ധപ്പെട്ട ഇലക്ഷനല്ലേ. അപ്പോൾ നരേന്ദ്രമോദി വിരുദ്ധമായ വികാരം ആദ്യം ഉടലെടുത്ത് കേരളത്തിൽ നിന്നാണ്. അതാണ് ഇപ്പോൾ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്. ആദ്യം അത് ഉടലെടുത്ത് കേരളത്തിൽ നിന്നാണ്. ഒരു BJP വിരുദ്ധ വികാരം, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള രാഷ്ട്രീയമായ വികാരം ഉയർന്നു വന്നത് ഈ കേരളത്തിൽ നിന്നാണ്. ആദ്യം 2ാം ഘട്ട തിരഞ്ഞെടുപ്പ് വരുന്നതോട് കൂടിയാണ് വരുന്നത്. അത് പിന്നെ 3-ാം ഘട്ടം, 4-ാം ഘട്ടം, 5-ാം ഘട്ടം, 6-ാം ഘട്ടം, 7-ാം ഘട്ടം ആകുമ്പോഴേക്കും അതൊരു പീക്ക് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ആ വികാരം ഇവിടെ ഉണ്ട്. ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ജനപ്രതിനിധിയായിട്ട് വീണ്ടും വരും 4-ാം തീയതി. അല്ല, അത് ജനങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങളല്ല. 4-ാം തീയതി നമുക്ക് കാണാം. ഏതായാലും കോൺഗ്രസ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം CPM വോട്ട് മറിച്ചു എന്നതാണ്. അതിനൊക്കെ ഉത്തരം വിജയത്തിലൂടെ മറുപടി നൽകുന്നതാണ് സ്ഥലത്തെ LDF സ്ഥാനാർത്ഥിയുടെ ഉറച്ച വാഗ്ദാനം. ഏതായാലും നമുക്ക് 4-ാം തീയതി വരെ കാത്തിരിക്കാം. റിപ്പോർട്ടർ ജയ്സൻ, തൃശ്ശൂർ.